അതായത് ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ട പ്രമാടം സ്റ്റേഡിയത്തിൽ എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ട പ്രമാടം സ്റ്റേഡിയത്തിലേക്ക് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു. ശബരിമല ദർശനത്തിനായി കേരളത്തിൽ എത്തിയ രാഷ്ട്രപതിയെ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രമാടത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, പറയൂ തത്സമയ വിവരങ്ങൾ. ഈ ദൃശ്യങ്ങളിലുള്ളത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് രാഷ്ട്രപതിയുമായുള്ള ഹെലികോപ്റ്ററുകളിൽ ഒന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 ഹെലികോപ്റ്ററുകൾ കൂടി ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. 3 ഹെലികോപ്റ്ററുകളിൽ ഏതിലാണ് രാഷ്ട്രപതി എത്തുക എന്നുള്ളതിനെക്കുറിച്ച് സാധാരണഗതിയിൽ തന്നെ മുൻകൂട്ടി അറിയിക്കുക ഇല്ല, അങ്ങനെ ഒരു പതിവ് ഇല്ല. അതിനാൽ തന്നെ ഈ എത്തിച്ചേർന്ന ഹെലികോപ്റ്ററിൽ തന്നെയാണോ പ്രസിഡന്റ് ഉള്ളത് എന്നതിൽ വ്യക്തത കുറവുണ്ട്. എന്തായാലും 2 ഹെലികോപ്റ്ററുകൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാവശ്യമായ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ മേഖലകളിൽ കാലാവസ്ഥ പ്രതികൂലമാണ് എന്നതിനാൽ തന്നെയാണ് കഴിഞ്ഞ രാത്രിയോടുകൂടി പകരം സംവിധാനം എന്നുള്ള നിലയിലേക്ക് പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനത്ത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചനകൾ വന്നത്. അങ്ങനെ രാത്രിയോടുകൂടി അന്തിമ തീരുമാനം എത്തുകയും ട്രയൽ വാഹന വ്യൂഹത്തിന്റെ യാത്ര ക്രമീകരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് 68 കിലോമീറ്റർ ദൂരമാണ് പമ്പയ്ക്കുള്ളത്. ഏറെക്കുറെ 1.5 മണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ എത്തിച്ചേർന്ന ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ഇല്ല. അതേസമയം ഇതിന്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ മറ്റ് 2 ഹെലികോപ്റ്ററുകൾ കൂടി ഇവിടേക്ക് എത്തിച്ചേരും. അതിൽ ഒന്നിലായിരിക്കും രാഷ്ട്രപതി ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇവിടെ നിന്നും 8:30 പുറപ്പെട്ടാൽ 1.5 മണിക്കൂർ സമയം, അതായത് 10 മണി 10:15 സമയത്തോടു കൂടി പമ്പയിൽ എത്തിച്ചേരാൻ കഴിയും. പിന്നീട് പമ്പ സ്നാനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ ഗണപതി കോവിലായിരിക്കും പ്രസിഡന്റ് കെട്ട് നിറയ്ക്കുക. അതിനുശേഷം പമ്പ ഗണപതി കോവിലിൽ ദർശനം നടത്തി പിന്നീട് ഗൂർഖ വാഹനത്തിൽ മുൻപ് നിശ്ചയിച്ച് അറിയിക്കപ്പെട്ടിട്ടുള്ള ക്രമീകരണത്തോടുകൂടി സന്നിധാനം മേഖലയിലേക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി എത്തിച്ചേരും. നേരത്തെ തീരുമാനിച്ച പ്രകാരം 11:50 തന്നെയായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിച്ചേരുക. 10 ആളുകൾ മാത്രമായിരിക്കും മേലെ തിരുമുറ്റത്ത് അനുവദിച്ചിട്ടുണ്ടാവുക. അതിൽ മേൽശാന്തിയും തന്ത്രി അടക്കമുള്ള ആളുകൾ ഉണ്ടാകും. 12:50 അതായത് ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് തൊട്ട് മുൻപായി രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി പിന്നീട് വിശ്രമത്തിലേക്ക് പോകും. 2 മണിക്കൂർ സമയത്തെ വിശ്രമത്തിന് ശേഷമായിരിക്കും രാഷ്ട്രപതി പിന്നീട് മടങ്ങുക. ഒരുപക്ഷെ കാലാവസ്ഥ ആ മേഖലയിൽ, അതായത് നിലയ്ക്കൽ മേഖലയിൽ കാലാവസ്ഥ അനുകൂലമാണെന്ന് വന്നാൽ മടക്ക് യാത്ര നിലയ്ക്കലിൽ നിന്നാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് വിവരങ്ങൾക്കായി അഭിലാലിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആദ്യ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് അതിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് 2 ഹെലികോപ്റ്ററുകൾ കൂടി എത്താനുണ്ട്. ഇതിലേതിലായിരിക്കും രാഷ്ട്രപതി എന്നത് നേരത്തെ കൂട്ടി അറിയിക്കുക പതിവില്ല. അതുകൊണ്ട് തന്നെ ഈ 3 ഹെലികോപ്റ്ററുകളിൽ ഒന്നിലായിരിക്കും രാഷ്ട്രപതി എത്തുക എന്ന് മാത്രമാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.